ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സ്, അതായത് ജനുവരി മാസത്തെ 2024 ജനുവരി മാസത്തെ കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്കറിയാം ഓരോ പരീക്ഷകൾക്കും കറണ്ട് അഫയേഴ്സ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതും PSCയുടെ ബുള്ളറ്റിൻ അതിൽ എത്രത്തോളം അതിൽ നിന്നാണ്, അതായത് കറണ്ട് അഫയേഴ്സിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും PSC ബുള്ളറ്റിനായിരിക്കും. ഓക്കെ, അപ്പം നമ്മളിത് 2024 ജനുവരി 1 തീയതിയിലെ ഫസ്റ്റ്, അതായത് നമുക്കറിയാം ഓരോ മാസവും 2 ബുള്ളറ്റിൻ വീതമാണ് വരുന്നത്. ഫസ്റ്റത്തെ ബുള്ളറ്റിലെയാണ്. നോക്കാം നമുക്ക് എന്തൊക്കെയാണ് ഇവിടെ പഠിക്കാനുള്ളത് എന്നുള്ളത്. ആദ്യത്തെ ടോപ്പിക്ക് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തെ പറ്റിയാണ്. അവിടെ നമുക്കറിയാം ഒരു മികച്ച ചിത്രത്തിന് കൊടുക്കുന്നതാണ് എന്ത്, സുവർണ ചകോരം പുരസ്കാരം കൊടുക്കുന്നത്. പിന്നെ എന്തുണ്ട്, രജത ചകോരമുണ്ട്. ഓക്കെ, അപ്പൊ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം ലഭിച്ചത് ജാപ്പനീസ് മൂവിയായ ഈവിൾ ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന മൂവിക്കാണ്. സുവർണ ചകോരം, ജാപ്പനീസ് മൂവി ഈവിൾ ഡസ് നോട്ട് എക്സിസ്റ്റ്. മികച്ച ചിത്രത്തിനുള്ള രജത ചകോരം, അടുത്തതാണ് രജത ചകോരവും. അതേപോലെ തന്നെ മേളയിൽ പ്രേക്ഷക പ്രീതി നേടിയ ചിത്രത്തിനുള്ള അവാർഡ് ലഭിച്ചത് ആരുടെയാണ്, ഫാസിൽ റസാഖ്, മലയാളി സംവിധായകനായ ഫാസിൽ റസാഖിന്റെ തടവ് എന്ന മൂവിക്കാണ് രജത ചകോരം, സുവർണ ചകോരം, ഈവിൾ ഡസ് നോട്ട് എക്സിസ്റ്റ്. മികച്ച മലയാള ചിത്രം ഏതാണ്, ആനന്ദ് ഏകർഷി സംവിധാനം ചെയ്ത ആട്ടം ഇമ്പോർട്ടന്റ് ആണ്, കാര്യം നമുക്കറിയാം നാഷണൽ ഫിലിം ഫെയർ അവാർഡിനൊക്കെ ലഭിച്ച സിനിമയായിരുന്നു അത്. അപ്പൊ എന്താണ്, ആനന്ദ് ഏകർഷി ആട്ടം, ആ മൂവി, ആ ഒരു ഇത് നന്നായിട്ട് പഠിച്ചു വെക്കാം. ആനന്ദ് ഏകർഷി എന്ന പേരും ചിലപ്പോൾ ചോദിക്കാം. മികച്ച മലയാള ചലച്ചിത്രത്തിനുള്ള നെറ്റ് പാക്ക് പുരസ്കാരം ലഭിച്ച ആട്ടം മൂവിയുടെ സംവിധായകൻ ആരാന്ന് ചോദിക്കാം. ആരാണ്, ആനന്ദ് ഏകർഷി. അങ്ങനെ തിരിച്ചും മറിച്ചു നോക്കി ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം. നെക്സ്റ്റ് ആണ് ഓസ്കാർ നോമിനേഷനെ പറ്റിയാണ് പറയുന്നത്. സിസ്റ്റർ റാണി മരിയയുടെ ജീവിതത്തെ ആധാരമാക്കിയുള്ള സിനിമയാണ് എന്ത്, ഫേസ് ഓഫ് ദ ഫേസ്ലെസ്. അപ്പൊ എന്താണ്, റാണി മരിയ, ഫേസ് ഓഫ് ദ ഫേസ്ലെസ്. എന്താണ്, അതിലെ ഗാനങ്ങൾക്കും പശ്ചാത്തല സംഗീതത്തിനുമാണ് എന്താ ഓസ്കാർ നോമിനേഷൻ ലഭിച്ചത്. ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം എവിടെയാണ്, സൂറത്ത് ഡയമണ്ട് ബോസ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ. നമ്മൾ പഠിച്ചിട്ടുണ്ട് കേരളത്തിലെ ഏതായിരുന്നു, Q1 മാള്, പാലാരിവട്ടം എന്ന് പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് സൂറത്ത് ഡയമണ്ട് ബോസ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം. അത് ആരാണ് ഉദ്ഘാടനം ചെയ്തത്, നരേന്ദ്രമോദിയാണ്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ചെയർമാൻ ആണ് ആര്, പ്രമോദ് അഗർവാൾ. അപ്പൊ ആരാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ചെയർമാൻ, പ്രമോദ് അഗർവാൾ. അടുത്തത് ഒരു പുരസ്കാരത്തെ പറ്റിയാണ് പറയുന്നത്. ചന്ദ്രയാൻ 3 എന്ന ദൗത്യം സക്സസ് ആയതോടുകൂടി തന്നെ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രമായ ISROയ്ക്ക് എവിടെയാണ്, ഐസ്ലാൻഡിലെ ഹ്യൂസാവിക് മ്യൂസിയത്തിന്റെ ലീഫ് എറിക്സൺ ചാന്ദ്ര സമ്മാനം ലഭിച്ചു. എന്തിനാണ്, ലീഫ് എറിക്സൺ ചാന്ദ്ര സമ്മാനം ആർക്ക് ലഭിച്ചു, ISROയ്ക്ക് ലഭിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്, ചന്ദ്രയാൻ 3യുടെ ദൗത്യത്തിലൂടെയാണ്. ചെന്നൈ ആശാൻ മെമ്മോറിയൽ 2022 ആശാൻ സ്മാരക കവിതാ പുരസ്കാരം ആർക്കാണ്, കവി കുരീപ്പുഴ ശ്രീകുമാറിനാണ്. അത് 2024 ആ ഒരു അതിലായിരിക്കും അത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം അത് 2020 നമുക്കത് പഠിക്കാനായിട്ട് വന്നത്. അപ്പൊ എന്താണ്, 2022 ആശാൻ സ്മാരക കവിതാ പുരസ്കാരം ആർക്കാണ്, കവി കുരീപ്പുഴ ശ്രീകുമാറിനാണ്. അതേപോലെ 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം എന്ന് പറയുന്നത്. IPL താരലേലത്തിൽ ഏറ്റവും ഉയർന്ന പ്രതിഫലത്തിന് ആസ്ട്രേലിയൻ താരം മിച്ചൽ സ്റ്റാർക്കിന് അർഹനായി. അപ്പൊ എത്ര രൂപയ്ക്കാണ്, 24.75 കോടി രൂപയ്ക്ക് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ് താരത്തെ സ്വന്തമാക്കിയത്. നെക്സ്റ്റ് ആണ് ലോകത്തിലെ ഏറ്റവും ഉയർന്ന യുദ്ധഭൂമിയായ സിയാച്ചനിൽ സൈനിക മുന്നണിയിൽ നിയമിതയാകുന്ന ആദ്യ വനിതാ ഓഫീസർ അല്ല, ആദ്യ വനിതാ മെഡിക്കൽ ഓഫീസറാണ് ആര്, ക്യാപ്റ്റൻ ഫാത്തിമ വസീം. ആരാണ്, ക്യാപ്റ്റൻ ഫാത്തിമ വസീം. 29 രാജ്യങ്ങൾ പങ്കെടുത്ത രാജ്യാന്തര ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉച്ചകോടി, AI ഉച്ചകോടി എവിടെയാണ് നടന്നത്, ന്യൂഡൽഹിയിൽ. അപ്പൊ ഇമ്പോർട്ടന്റ് ആണ്, 29 രാജ്യങ്ങൾ പങ്കെടുത്ത രാജ്യാന്തര ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉച്ചകോടി നടന്നത് എവിടെയെന്ന് ചോദിക്കാം. എവിടെയാണ്, ന്യൂഡൽഹിയിലാണ്. വിമൻസ് ടെന്നീസ് അസോസിയേഷൻ 2023 മികച്ച താരത്തിനുള്ള പുരസ്കാരം പോളിഷ് താരം ഇഗ സ്വിയാടെക്കിനാണ്. എന്താ, വിമൻസ് ടെന്നീസ് അസോസിയേഷന്റെ 2023 മികച്ച താരത്തിനുള്ള പുരസ്കാരം ലഭിച്ചത്. ഇന്ത്യയുടെ 75ാമത് റിപ്പബ്ലിക് ദിനത്തിലെ ഫ്രഞ്ച് പ്രസിഡന്റ് ആരായിരുന്നു, അതിഥിയാണ് ആര്, ഇമ്മാനുവൽ മാക്രോൺ ആണ് മുഖ്യ അതിഥി. ആരായിരുന്നു ഇമ്മാനുവൽ മാക്രോൺ, ആരാണ്, ഫ്രഞ്ച് പ്രസിഡന്റ് ആണ് 75ാം റിപ്പബ്ലിക് ദിനത്തിലെ നമ്മുടെ അതിഥിയായിരുന്നത്. ഇനി 2 ഇന്ത്യൻ ഹോക്കി താരങ്ങളെ പറ്റിയാണ് പറയുന്നത്. ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷന്റെ മികച്ച പുരുഷ താരമായി ആരാണ്, ഹാർദിക് സിംഗും വനിതാ ഗോൾ കീപ്പറായി സവിത പൂനിയയും തിരഞ്ഞെടുത്തു. അപ്പൊ ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷന്റെ അവാർഡ്സ് ആണ്. മികച്ച പുരുഷ താരം ആരാണ്, ഹാർദിക് സിംഗും വനിതാ ഗോൾ കീപ്പർ ആരാണ്, സവിത പൂനിയയും. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ ഏർപ്പെടുത്തിയ ജനപ്രിയ ശാസ്ത്ര സാഹിത്യത്തിനുള്ള പുരസ്കാരമാണ് ഡോക്ടർ B ഇക്ബാൽ രചിച്ച മഹാമാരികൾ, എന്താ, പ്ലേഗ് മുതൽ കോവിഡ് വരെ
ശാസ്ത്രം അതിജീവനം എന്നുള്ളത്. അപ്പൊ എന്താ പാടാ ലഭിച്ചത്? ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ ഏർപ്പെടുത്തിയ ജനപ്രിയ ശാസ്ത്ര സാഹിത്യത്തിനുള്ള പുരസ്കാരം. ജനപ്രിയ ശാസ്ത്ര സാഹിത്യത്തിനുള്ള പുരസ്കാരമാണ് എന്തിന് ലഭിച്ചത്? മഹാമാരികൾ, പ്ലേഗ് മുതൽ കോവിഡ് വരെ. ആരാണ് രചിച്ചത്? ഡോക്ടർ ബി ഇക്ബാൽ. അപ്പൊ അത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. ജനപ്രിയ ശാസ്ത്ര സാഹിത്യ പുരസ്കാരം ലഭിച്ചത് മഹാമാരികൾ, പ്ലേഗ് മുതൽ കോവിഡ് വരെ, ചരിത്രം, ശാസ്ത്രം, അതിജീവനം എന്ന കൃതിക്കാണ്. അതിന്റെ രചന ഡോക്ടർ ബി ഇക്ബാൽ ആയിരുന്നു. നെക്സ്റ്റ് നോക്കാം. രാജ്യാന്തര പരമോന്നത കായിക പുരസ്കാരമായ ധ്യാൻചന്ദ് അവാർഡിന് ബാഡ്മിന്റൺ താരങ്ങളായ ചിരാഗ് ഷെട്ടിയും സാത്വിക് സായ് രാജ് രംഗി റെഡ്ഡിയും അർഹരായി. മലയാളിയായ ലോങ് ജംപ് താരം എം ശ്രീശങ്കറും ക്രിക്കറ്റ് താരം മുഹമ്മദ് ഷമിയും അർജുന അവാർഡ് നേടി. മലയാളിയായ കബഡി പരിശീലകൻ ഇ ഭാസ്കറിന് പരിശീലകർക്കുള്ള ദ്രോണാചാര്യ അവാർഡും ലഭിച്ചു. അപ്പൊ എന്തൊക്കെയാണ് നമ്മളിവിടെ പറഞ്ഞതെന്ന് നോക്കാം. ആദ്യത്തെ എന്താണ്? ധ്യാൻചന്ദ് അവാർഡ് ആർക്കൊക്കെയാണ് ലഭിച്ചത്? ബാഡ്മിന്റൺ താരങ്ങളായ ചിരാഗ് ഷെട്ടിക്കും സാത്വിക് സായ് രാജ് രംഗി റെഡ്ഡിക്കും അർഹയായി. അപ്പൊ എന്താണ് ഇവിടെ ചോദിക്കാൻ ചാൻസ് ഉള്ളതെന്ന് പറഞ്ഞാൽ, താഴെ തന്നിരിക്കുന്നവയിൽ അല്ലെങ്കിൽ എന്താണ് താഴെ തന്നിരിക്കുന്ന വ്യക്തികളും അവയുടെ കായിക മേഖലയും തിരഞ്ഞെടുക്കാൻ പറയാറുണ്ട്. മാച്ച് ദ ഫോളോയിങ് ആയിട്ട് തരും. അല്ലെങ്കിൽ ചിലപ്പോൾ ചോദിക്കാം, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം, രാജ്യത്തെ പരമോന്നത കായിക പുരസ്കാരമായ ധ്യാൻചന്ദ് അവാർഡിന് അർഹരായവർ ആരൊക്കെ എന്ന് പറഞ്ഞ് ഇവരുടെ എല്ലാവരുടെ പേരും തരാം. അപ്പൊ നമുക്കറിയണം ആരൊക്കെയാണ്. ധ്യാൻചന്ദ് ചിരാഗ് ഷെട്ടിയും അതേപോലെ സാത്വിക് സായ് രാജ് രംഗി റെഡ്ഡിയും അർഹരായ 2 പേരാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. അടുത്ത എന്താണ് പറഞ്ഞത്? അർജുന അവാർഡാണ്. മലയാളികളാണ്. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്. ആരൊക്കെയാണ്? മലയാളികളായ ലോങ് ജംപ് താരം എം ശ്രീശങ്കറും അതേപോലെ ക്രിക്കറ്റ് താരം മുഹമ്മദ് ഷമിയും. എം ശ്രീശങ്കറും മുഹമ്മദ് ഷമിയും എന്ത് ലഭിച്ചു? അർജുന അവാർഡ് ലഭിച്ചു. അടുത്താണ് കബഡി പരിശീലകൻ ഇ ഭാസ്കറിനാണ് ദ്രോണാചാര്യ അവാർഡ് ലഭിച്ചത്. അപ്പൊ ചോദിക്കാം, ദ്രോണാചാര്യ അവാർഡ് ലഭിച്ചത് ആർക്കാണെന്ന് ചോദിക്കാം. ആരാണ്? ഈ ഭാസ്കറിനാണ്. അദ്ദേഹം ആരാണ്? കബഡി പരിശീലകനാണ്. നെക്സ്റ്റ് നോക്കാം. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി സെഞ്ചുറി നേടുന്ന ആദ്യ മലയാളിയായി സഞ്ജു സാംസൺ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയാണ് ഈ നേട്ടം കൈവരിച്ചത്. ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എന്താണ്? അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി സെഞ്ചുറി നേടുന്ന ആദ്യ മലയാളിയാണ് ആര്? സഞ്ജു സാംസൺ. നെക്സ്റ്റ് ആണ് ഇ.വി. രാമകൃഷ്ണൻ എഴുതിയ മലയാള നോവലിന്റെ ദേശകാലങ്ങൾ എന്ന പുസ്തകത്തിനാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്. അപ്പൊ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ഇ.വി. രാമകൃഷ്ണൻ. മലയാള നോവലിന്റെ ദേശകാലങ്ങൾ. അപ്പൊ ചിലപ്പോൾ തിരിച്ചു ചോദിക്കാം, മലയാള നോവലിന്റെ ദേശകാലങ്ങൾ എന്ന പഠന ഗ്രന്ഥത്തിന്റെ കർത്താവാരാണ്? ഇ.വി. രാമകൃഷ്ണനാണ്. നെക്സ്റ്റ് നോക്കാം. കുട്ടികൾക്കെതിരെയുള്ള ചൂഷണം, ബാലവേല, ബാലവിവാഹം തുടങ്ങിയവ തടയുന്നതിനായി വനിതാ ശിശു വികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് എന്ത്? ശരണബാല്യം. ശരണബാല്യം എന്താണ്? അപ്പോൾ കുട്ടികൾക്കെതിരെയുള്ള ചൂഷണം, ബാലവേല, ബാലവിവാഹം എന്നിവയ്ക്കാണ്. നെക്സ്റ്റ് ആണ് CISFന്റെ ഡയറക്ടർ ജനറലായി നീന സിംഗ്. ആരാണ്? നീന സിംഗ്. അത് ഇമ്പോർട്ടന്റ് ആണ്. കാര്യം എന്താണ്? ഈ പദവിയിൽ എത്തുന്ന ആദ്യ വനിതയാണ്. CISFന്റെ ഡയറക്ടർ ജനറലായ ആദ്യ വനിത ചോദിക്കാം. നീന സിംഗ്. ആരാണ്? നീന സിംഗ്. കുവൈത്ത് അമീർ ഷെയ്ഖ് നവാസ് അൽ അഹമ്മദ് അൽ ജാബർ അൽ സബാഹ് അന്തരിച്ചു. കുവൈത്ത് ജസ്റ്റ് നമുക്ക് അങ്ങനെ ചോദിക്കാൻ ചാൻസ് കുറവുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഏഷ്യയിൽ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരുന്ന ഇന്ത്യക്കാരനായ കൃഷ്ണ റാം ശർമ്മ 70-ാം വയസ്സിൽ അന്തരിച്ചു. ഓക്കെ, തന്റെ 24-ാമത്തെ വയസ്സിൽ 1977 അദ്ദേഹം എന്ത് ചെയ്യുന്നത്? സഹോദരിൽ നിന്നും വൃക്ക സ്വീകരിച്ചത്. വെല്ലൂരിലെ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു ശസ്ത്രക്രിയ. നെക്സ്റ്റ് നോക്കാം. ജർമ്മൻ ഇൻഡോളജിസ്റ്റും കേരള പഠനങ്ങളിൽ വലിയ സംഭാവനകൾ നൽകിയ പണ്ഡിതനുമായ ആർബ്രഷ്റ്റ് ഫ്രൻസ് അന്തരിച്ചു. അപ്പൊ ആർബ്രഷ്റ്റ് ഫ്രൻസ് എന്തായിട്ട് ബന്ധപ്പെട്ടാണെന്നൊക്കെ നമുക്ക് ചോദിക്കാം. അപ്പൊ എന്താണ്? ജർമ്മൻ ഇൻഡോളജിസ്റ്റ് ആണ്. കേരള പഠനങ്ങളിൽ ഒത്തിരി സംഭാവനകൾ നൽകിയതാണ് അദ്ദേഹം. കേരളത്തിന് ആദ്യമായി സന്തോഷ് ട്രോഫി നേടിത്തന്ന ടീമിന്റെ ക്യാപ്റ്റൻ ആണ് ആര്? ടി.എ. ജാഫർ. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്. കാര്യം അദ്ദേഹം അന്തരിച്ചത് കൊണ്ട് തന്നെ കേരളത്തിന്റെ ആദ്യത്തെ സന്തോഷ് ട്രോഫി നേടിയ സമയത്തുള്ള വൈസ് ക്യാപ്റ്റൻ ആരെന്ന് ചോദിക്കാം. കാര്യം നമ്മൾ വിചാരിക്കും ഇത് പണ്ടത്തെ കാര്യമല്ലേ എന്ന് വിചാരിക്കും. കാര്യം ടി.എ. ജാഫർ ഈയിടക്ക് അന്തരിച്ചത് കൊണ്ട് തന്നെ അത് കറണ്ട് അഫെയർ ആയിട്ട് കയറി ചോദിക്കാം. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ KP വിശ്വനാഥൻ അന്തരിച്ചു. ഓക്കെ, ഇത് വിയോഗങ്ങളാണ് പറയുന്നത്. പ്രശസ്ത നാടക രചയിതാവും സംവിധായകനുമായ പ്രശാന്ത് നാരായണൻ അന്തരിച്ചു. കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവായിരുന്നു അദ്ദേഹം. പ്രശസ്ത തമിഴ് സിനിമാ താരവും രാഷ്ട്രീയ നേതാവുമായിരുന്ന വിജയകാന്ത്. അപ്പൊ കുറച്ച് വിയോഗങ്ങളാണ് പറയുന്നത്. ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഇദ്ദേഹത്തിന്റെ വിയോഗമാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഓക്കെ, ഇനി എന്താണ്? നമുക്ക് രണ്ടാമത്തെ ബുള്ളറ്റിൻ നോക്കാം.
നെക്സ്റ്റ് ബുള്ളറ്റിൻ ആണ് ഈ വന്നിരിക്കുന്നത്. 2024 ജനുവരി 15 ഇറങ്ങിയത്. നോക്കാം നമുക്ക് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന്. മലയാളത്തിലെ ആദ്യ വനിതാ ന്യൂസ് റീഡർ ആണ് ആര്? ഹേമലത. അപ്പൊ ചോദിക്കാം, മലയാളത്തിലെ ആദ്യ വനിതാ ന്യൂസ് റീഡർ ഹേമലത ദൂരദർശനിൽ നിന്ന് വിരമിച്ചു. അപ്പൊ അത് ഇമ്പോർട്ടന്റ് അല്ലേ? ആണ്. മലയാളത്തിലെ ആദ്യ വനിതാ ന്യൂസ് റീഡർ ആണ് ആര്? ഹേമലത. 16ാം ധനകാര്യ കമ്മീഷൻ ചെയർമാനായി അരവിന്ദ് പനഗരിയെ നിയമിതനായി. കഴിഞ്ഞ LD എറണാകുളത്തിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആരെന്നുള്ളത്. ആരാണ്? അരവിന്ദ് പനഗരിയ. ബ്രിക്സിൽ പുതിയ സ്ഥിരാംഗങ്ങളായ രാജ്യങ്ങളാണ് ഏതൊക്കെ? ഈജിപ്ത്, അതേപോലെ എത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ, UAE എന്നീ രാജ്യങ്ങൾ. ഏതൊക്കെയാണ് ബ്രിക്സിലെ പുതിയ സ്ഥിരാംഗങ്ങൾ? ഈജിപ്ത് ഉണ്ട്, എത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ, UAE. ദേശീയ നിയമസഹായ അതോറിറ്റിയുടെ ചെയർമാനായി സുപ്രീം കോടതി ജഡ്ജി ആരാണ്? BR ഗവായ്. BR ഗവായ് ആണ് ദേശീയ നിയമസഹായ അതോറിറ്റിയുടെ ചെയർമാൻ. അദ്ദേഹം ആരായിരുന്നു? സുപ്രീം കോടതി ജഡ്ജി ആയിരുന്നു. ആര്? BR ഗവായ്. ഇന്ത്യ തദ്ദേശമായി വികസിപ്പിച്ച വ്യോമ കവച മിസൈൽ ആണ് ഏത്? സമർ. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കുക. ഇന്ത്യ തദ്ദേശമായി വികസിപ്പിച്ച വ്യോമ കവച മിസൈൽ സംവിധാനമാണ് സമർ. ഇന്ത്യ തദ്ദേശമായി വികസിപ്പിച്ച യുദ്ധക്കപ്പലാണ് INS ഇംഫാൽ. എന്താണ്? ഇന്ത്യ തദ്ദേശമായി വികസിപ്പിച്ച യുദ്ധക്കപ്പലാണ് INS ഇംഫാൽ. എപ്പോഴും ഈ തദ്ദേശമായി വികസിപ്പിക്കുന്നതിന് ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പൊ വ്യോമ കവച മിസൈലാണ് സമർ. തദ്ദേശമായി വികസിപ്പിച്ച യുദ്ധക്കപ്പലാണ് INS ഇംഫാൽ. വൈസ് അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി നാവികസേനയുടെ ഉപമേധാവിയായി നിയമിതനായി. ആരാണ്? ദിനേശ് കെ ത്രിപാഠി. ആരാണ്? നാവികസേനയുടെ ഉപമേധാവിയാണ്. ആര്? ദിനേശ് കെ ത്രിപാഠി. ഇന്ത്യയിലെ ആദ്യത്തെ ബഹുഭാഷാ നിർമ്മിത ബുദ്ധി പ്ലാറ്റ്ഫോം ആണ് എന്ത്? കൃത്രിം. ഓക്കെ, അപ്പൊ പഠിച്ചു വെക്കണം. ഇപ്പൊ എപ്പോഴും ചോദിക്കുന്നതാണ് ഈ ചാറ്റ് ബോട്ടുകളും അതേപോലെ AI-യുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ എല്ലാ പരീക്ഷകൾക്കും ഉണ്ടാകുന്നതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബഹുഭാഷാ നിർമ്മിത ബുദ്ധി, അതായത് ബഹുഭാഷാ AI പ്ലാറ്റ്ഫോം ആണ് എന്ത്? കൃത്രിം എന്നുള്ളത്. പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ N രാമചന്ദ്രന്റെ സ്മരണാർത്ഥം N രാമചന്ദ്രൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പൊതുപ്രവർത്തനത്തിലുള്ള ദേശീയ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ഡോക്ടർ ശശി തരൂറിന്. ഡോക്ടർ ശശി തരൂരിനാണ് N രാമചന്ദ്രൻ ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ചത്. നെക്സ്റ്റ് ആണ് 2023 പ്യൂബിറ്റി പുരുഷ അത്ലറ്റ് പുരസ്കാരം നേടിയത് ആരാണ്? നമ്മുടെ വിരാട് കോഹ്ലിയാണ് പ്യൂബിറ്റി പുരുഷ അത്ലറ്റ് പുരസ്കാരം ലഭിച്ചത്. ഗേലോ യൂത്ത് ഗെയിംസ് 2024 ഭാഗ്യ ചിഹ്നമാണ് എന്ത്? വീരമംഗെ വേലു നാച്ചിയാർ. എന്താണ്? വീരമംഗെ വേലു നാച്ചിയാർ ആണ് 2024 ഭാഗ്യ ചിഹ്നം. ഗേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ ഭാഗ്യ ചിഹ്നം. നെക്സ്റ്റ് ആണ് സഞ്ചാരികളുടെ ഏറ്റവും പ്രിയപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമായി ദുബായ് തിരഞ്ഞെടുത്തു. ദുബായ്. അപ്പൊ സഞ്ചാരികളുടെ ഏറ്റവും പ്രിയപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമാണ് ദുബായ്. ട്രാവൽ ബുക്കിംഗ് ആൻഡ് റിവ്യൂ പ്ലാറ്റ്ഫോമായ ട്രിപ്പ് അഡ്വൈസർ 2024 ട്രാവലേഴ്സ് ചോയ്സ് പുരസ്കാരമാണ് ദുബായ്ക്ക് ലഭിച്ചത്. ഓക്കെ, നെക്സ്റ്റ് ആണ് ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റ് താരം ഡീൻ എൽഗാർ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. ഇതിൽ നിന്ന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും: ഈയിടെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ഡീൻ എൽഗാർ ഏത് രാജ്യത്തെ ക്രിക്കറ്റ് താരമായിരുന്നു എന്നോ അല്ലെങ്കിൽ ഏത് രാജ്യത്തെ താരമായിരുന്നു എന്നൊക്കെ ചോദിക്കാം. എവിടത്തെയാണ്? ദക്ഷിണാഫ്രിക്കൻ താരമായിരുന്നു. ആര്? ഡീൻ എൽഗാർ. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ജലവിഭവ വകുപ്പിന്റെ സഹകരണത്തോടെ കുറഞ്ഞ നിരക്കിൽ സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് എന്ത്? സുജലം. സുജലം. അപ്പൊ എന്താണ്? നമ്മുടെ റേഷൻ കടകൾ വഴി അല്ലെ? റേഷൻ കടകൾ വഴി എന്താണ്? കുറഞ്ഞ നിരക്കിൽ റേഷൻ കടകളിലൂടെ കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് സുജലം. തിരുവനന്തപുരം റെയിൽവേ ഡിവിഷൻ മേധാവിയാണ് ആര്? ഡോക്ടർ മനീഷ് തപ്ല്യാൽ. അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? തിരുവനന്തപുരം റെയിൽവേ ഡിവിഷണൽ മേധാവിയായി ആരാണ്? ഡോക്ടർ മനീഷ് തപ്ല്യാൽ സ്ഥാനമേറ്റു. തിരുവനന്തപുരം റെയിൽവേ ഡിവിഷൻ അഡീഷണൽ റെയിൽവേ മാനേജറായി മലയാളിയായ MR വിജി ചുമതലയേറ്റു. അപ്പൊ രണ്ടുമുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം. ഒന്നെന്താണ്? തിരുവനന്തപുരം ഡിവിഷണൽ മേധാവിയായിട്ടും അതേപോലെ തന്നെ എന്താണ്? അഡീഷണൽ റെയിൽവേ മാനേജറായിട്ടൊരു മലയാളിയാണ് MR വിജി. പഠിച്ചു വെക്കുക. പാക് പൊതു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആദ്യ ഹിന്ദു വനിതയാണ് ആര്? ഡോക്ടർ സവേര പ്രകാശ്. ഇമ്പോർട്ടന്റ് ആണ് കാര്യം. നമുക്കറിയാം പാകിസ്ഥാനും ആയിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു ഹിന്ദു വനിതയാണ് ആദ്യമായിട്ട് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അതാരാണ്? ഡോക്ടർ സവേര പ്രകാശ്. മഹാരാഷ്ട്രയിലെ ആദ്യ വനിതാ DGP ആണ് ആര്? രശ്മി ശുക്ല. ആരാണ്? രശ്മി ശുക്ല.
81ാമത് ഗോൾഡൻ ഗ്ലോബ് അവാർഡിൽ ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത ഓപ്പൺ ഹൈമർ 5 പുരസ്കാരങ്ങൾ നേടി. ഓപ്പൺ ഹൈമർ ക്രിസ്റ്റഫർ നോളന്റേതാണ്, ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരമാണ്. ഫ്രാൻസിൽ പുതിയ പ്രധാനമന്ത്രിയായ ആരാണ്? ഗബ്രിയേൽ അത്താൽ നിയമിതനായി. ഗബ്രിയേൽ അത്താൽ. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? അലി അബു അവാദ്, സംഗീത സംവിധായകൻ ഡാനിയൽ ബരേൻ ബോയ്മിൻ എന്നിവർക്ക് ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചു. അപ്പൊ ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം 2 പേർക്കാണ് ലഭിച്ചത്. ആർക്കൊക്കെയാണ്? അലി അബു അവാദിനും അതേപോലെ തന്നെ ഡാനിയൽ ബരേൻ ബോയ്മൻ. സാംസ്കാരിക വകുപ്പ് നൽകുന്ന പരമോന്നത അംഗീകാരമായ സ്വാതി സംഗീത പുരസ്കാരം പ്രമുഖ കർണാടക സംഗീതജ്ഞൻ PR കുമാരകേരളവർമ്മയ്ക്ക്. ആർക്കാണ്? PR കുമാരകേരളവർമ്മയ്ക്കാണ് എന്ത് ലഭിച്ചത്? നമ്മുടെ സ്വാതി സംഗീത പുരസ്കാരം ലഭിച്ചത്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കണ്ണൂർ ജേതാക്കളായി. കണ്ണൂർ ജില്ല ഇത് കഴിഞ്ഞ 2024 ജനുവരിയിലെ കാര്യമാണ് പറയുന്നത്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ആരാണ്? കണ്ണൂർ ജില്ല ജേതാക്കളായി. ഓക്കെ, നെക്സ്റ്റ് എന്താണ് പറയുന്നത്? ഗുരുവായൂരപ്പൻ ട്രസ്റ്റിന്റെ 2023 ഓടക്കുഴൽ അവാർഡ് ആർക്കാണ്? PN ഗോപികൃഷ്ണൻ. ഏതിനാണ്? കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരം ഇമ്പോർട്ടന്റ് ആണ്. എന്താണ്? PN ഗോപികൃഷ്ണന്റെ കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിനാണ് ഓടക്കുഴൽ അവാർഡ്. 2023 ഓടക്കുഴൽ അവാർഡ്. നെക്സ്റ്റ് ആണ് മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ TH മുസ്തഫ അന്തരിച്ചു. വിയോഗങ്ങളാണ് പറയുന്നത്. വിഖ്യാത ഹിന്ദുസ്ഥാൻ സംഗീതജ്ഞനും പത്മഭൂഷൺ ജേതാവുമായ ഉസ്താദ് റാഷിദ് ഖാൻ. അപ്പൊ ചിലപ്പോൾ ചോദിക്കാം, എന്താണ് ഉസ്താദ് റാഷിദ് ഖാൻ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ് അത്? ഹിന്ദുസ്ഥാനി സംഗീതവുമായിട്ടാണ്. ജർമ്മൻ ഫുട്ബോൾ ഇതിഹാസം ഫ്രാൻസ് ബെക്കൻ ബോവർ അന്തരിച്ചു. ഫ്രാൻസ് ബെക്കൻ ബോവർ ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഫുട്ബോളുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇത്രയുമാണ് ജനുവരിയിലെ കറണ്ട് അഫയേഴ്സ്. ഓക്കെ, ഇനി അടുത്ത ഫെബ്രുവരി. ആദ്യം നമുക്കിപ്പോൾ ഇതുവരെയുള്ള നവംബർ വരെയുള്ള തീർത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ബാക്കിലോട്ട് പതുക്കെ 2023 ഡിസംബർ അങ്ങനെ ഒരു 2023 മുതൽ നമുക്ക് ശരിക്കും പഠിക്കാനുണ്ട്. ഓക്കെ, അടുത്തൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്